കണ്ണൂരിൽ ലോഡ് ഷെഡിംഗിന്റെ സമയപരിധിയിൽ മാറ്റം. ഓരോ ഫീഡറിന് കീഴിലും ലോഡ് ഷെഡിംഗ് 15 മുതൽ 20 മിനിറ്റ് വരെ ആയിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ സമയം 25 മിനിറ്റ് ആക്കി. കൺസ്യൂമറിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ KCB നിർദ്ദേശങ്ങൾ നൽകി. ലോഡ് ഷെഡിങ്ങിനെ രാഷ്ട്രീയമായി കാണരുതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മാറ്റം ചോദ്യം ചെയ്തവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ലിനറ്റ്, സന്തോഷമായില്ലേ? 15 മാറ്റി 25 ആയി. ആളുകൾക്ക് അത്ര സന്തോഷമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കണ്ണൂരിലുള്ള KSEBയുടെ കൺസ്യൂമേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ KSEB ഇത്തരത്തിലുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് വരെയൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ലോഡ് ഷെഡിംഗ് നീളുന്നത്. എന്നാൽ ഇതിനെയൊന്നും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. KSEBയെ സംബന്ധിച്ചിടത്തോളം ഇത് ലോഡ് ഷെഡിംഗ് ആണ്. ഈ വാർത്ത വരുമ്പോൾ ഒരു കാര്യമേ, യഥാർത്ഥത്തിൽ ഇവിടെ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ല. കൂടുതൽ വൈദ്യുതി ഉപഭോഗം വരുമ്പം അവിടെ ട്രിപ്പായി പോകുന്നത് തണുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന സമയം എന്നാണ് ഇപ്പോഴും KSEB വൈദ്യുതി വകുപ്പും പറയുന്നത്. പക്ഷെ കണ്ണൂരിലെ KSEBക്കാർ സത്യസന്ധരാണ്, അവരിത് കാര്യം പറയുന്നുണ്ട്. തീർച്ചയായും ബിനിൽ, അവർ സത്യസന്ധർ തന്നെയാണ്. ആദ്യം മുതലേ ഇവരത് അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ആദ്യം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ KSEB ഓഫീസിൽ വിളിക്കുമ്പോൾ അവർ സമ്മതിച്ചിരുന്നു ഇത് ലോഡ് ഷെഡിംഗ് തന്നെയാണ്. 20 മിനിറ്റിന് ശേഷം കറണ്ട് എല്ലായിടത്തും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ കൺസ്യൂമേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിലാണ്, ആളുകൾ എല്ലാവരും തന്നെയുള്ള ഇവരൊക്കെ ഉപഭോക്താക്കളുള്ള ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം അവർ അയച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇത്തരത്തിൽ ഈ ഒരു മിനിറ്റിൽ മാറ്റം കണ്ടതിനെ തുടർന്ന് ഉപഭോക്താക്കൾ തന്നെയാണ് അതിനെ ചോദ്യം ചെയ്തത്. കാരണം 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് നടപ്പാക്കിയിരുന്നത്. എന്നാൽ അത് 25 മിനിറ്റോളം നീളുമെന്നുള്ള കാര്യമാണ് ഇന്നലെ വൈകുന്നേരമായിട്ട് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നത്. അതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് തന്നെയാണ് ഇതിനകത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞത്. സംഭവം ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഈ ചോദ്യം ചെയ്ത ആളുകളെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ബിനിൽ, ആര്യ.